വചനത്തിൽ വേരൂന്നി വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഓരോ വിശ്വാസിയെയും സഹായിക്കുന്ന നൂറുമേനി വചന മനപ്പാട മത്സരത്തിന്റെ സീസൺ 3 ആണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ഒരുപാട് ഘട്ടങ്ങളിലായി കടന്നു വന്ന മത്സരാർത്ഥികൾ, ഒരുപാട് മത്സരാർത്ഥികളോട് മാറ്റുരച്ച് നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തുന്ന ആ 5 ടീമുകൾ ആരൊക്കെയാണെന്നറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയിലാണ്. ഇപ്പോൾ നമുക്കറിയാം നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തുന്ന ആ 5 ടീമുകളെ. പ്രിയപ്പെട്ട മാന്തുരുത്തിയച്ച, പ്രിയ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വലിയൊരു ഉദ്യമമായിരുന്നു നമ്മളുടെ നൂറുമേനി എന്നുള്ള പേരിൽ നമ്മൾ വചനത്തെ അറിയാനും ഗ്രഹിക്കാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള ഒരു ശ്രമം. അത് ഈ നാളുകളിൽ അത്രയും നമ്മൾ നന്നായിട്ട് നടത്തിക്കൊണ്ടാണ് ഇരുന്നത്. വേദപുസ്തകമാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എല്ലാറ്റിനും ഒരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ സന്തോഷത്തിനും ദുഃഖത്തിനും അതുപോലെ തന്നെ സംഘർഷങ്ങൾക്കും സംശയങ്ങൾക്കും എല്ലാമുള്ള ഒരു ആൻസർ നമുക്ക് ലഭ്യമാകുവാനായിട്ട് ദൈവവചനമാണ് കാരണമായി തീരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമം, ഈ ഒരു സംഗതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൂടുതൽ ദൈവവചനം ഗ്രഹിക്കുക എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള അഭിലാഷത്താൽ പ്രേരിതരായിട്ടാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈ സീസൺ 3 നൂറുമേനിയുടെ റീജിയണൽ തലത്തിലുള്ള മത്സരങ്ങൾ നടത്തുവാനായിട്ടിടയായത്. അതിൽ പ്രാഥമികമായിട്ട് എല്ലാവരും തന്നെ ദൈവവചനം ശ്രവിക്കണം, ഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്, കാണാതെ പഠിക്കുന്നവർ കുറവാണ്. പക്ഷെ അത് പഠിക്കാനുള്ളൊരു പ്രേരണ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള ഒരാഗ്രഹത്താൽ പ്രേരിതമായിട്ടാണ് ഒരുപാട് ആളുകളുടെ സഹകരണവും അതുപോലെ തന്നെ അധ്വാനവും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഈ സീസൺ 3 ഈ നൂറുമേനി മത്സരം നമ്മൾ പൂർത്തിയാക്കിയത്. വിവിധ റീജിയനുകളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടന്നത്. അത് വിജയകരമായിട്ട് പൂർത്തിയായ ആളുകളുടെ പേര് വിവരമാണ് ഇന്ന് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവരെ അഭിനന്ദിക്കുന്നു. ഇവർക്ക് പ്രോത്സാഹനം നൽകുന്ന സ്പോൺസേഴ്സിനെ പ്രത്യേകമായിട്ടും തമ്പുരാൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉദ്യമത്തിൽ സഹകരിച്ച സർവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത നമ്മളുടെ ഈ ഉദ്യമം കൂടുതൽ വിജയകരമാകുവാനായിട്ട് എല്ലാവരുടെയും സഹകരണം തേടുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഓരോ റീജിയനിൽ നിന്നും ഇതിൽ വിജയികളായിട്ടുള്ളവരുടെ ഒരു പേര് വിവരമാണ് ഇവിടെ വായിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് ചങ്ങനാശ്ശേരി റീജിയനിലെ വിജയികളെയാണ് നമ്മൾ അറിയിക്കുന്നത്. അത് ജെയിംസ് കെ ജേക്കബ് കോലോത്ത്. അപ്പോൾ അദ്ദേഹമാണ് ചങ്ങനാശ്ശേരി റീജിയൻ. അത് പാറയിൽ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നുള്ള ആളാണ്. പിന്നെ അതുപോലെ കുട്ടനാട് റീജിയനിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് സെൻറ്റ് മേരീസ് പുളുങ്ങുന്ന വെല്ലുവിളിയിലെ മാത്യു തോമസ് തറയിൽ കാനാശ്ശേരിയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. പിന്നീട് കോട്ടയം റീജിയനിൽ വിജയിച്ചിരിക്കുന്നത് അരുവിക്കുഴി ലൂർദുമാത ഇടവകയിൽപ്പെട്ട ഡോക്ടർ സുജിത് ജോസ് മാത്യു മണിയങ്ങാട്ടാണ്. അതുപോലെ നെടുങ്കുന്നം റീജിയനിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് വായ്പൂർ പഴയ ഇടവകയിൽപ്പെട്ട സോജി ചാക്കോ കൂനാനിക്കൽ, അദ്ദേഹമാണ്. പിന്നെ തിരുവനന്തപുരം റീജിയനിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് പൊങ്ങമൂട് സെൻറ്റ് അൽഫോൻസ ഇടവകയിൽപ്പെട്ട ഡോക്ടർ അഭിലാഷ് കെ തോമസ് കുഴിക്കാട്ടിലാണ്. അപ്പം ഇത്രയുമാണ് വിജയികളായിട്ടുള്ളത്. നമ്മുടെ 5 റീജിയനിൽ വളരെ മനോഹരമായിട്ട് ഈ മത്സരം നടത്തിയ കിസ് മാസ്റ്റേഴ്സ് ഇപ്പോൾ ഓരോ റീജിയനിലും വിജയികളായ അവരുടെ പേരുകളെ ഇപ്പോഴേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ അവരിലേക്ക് മൈക്ക് കൈമാറുകയാണ്. നൂറുമേനി സീസൺ 3 ചങ്ങനാശ്ശേരി റീജിയണിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്.
ഒന്നാം സ്ഥാനത്ത് സെൻറ്റ് മേരീസ് പാറയിൽ ഇടവകയിലെ ജെയിംസ് കെ ജേക്കബ് ആൻഡ് ഫാമിലി കോലോത്ത്. രണ്ടാം സ്ഥാനത്ത് പൊടിപ്പാറ ഹോളി ഫാമിലി ഇടവകയിൽ നിന്നും മറിയം സണ്ണി നാലുപറയിൽ ആൻഡ് ഫാമിലി. മൂന്നാം സ്ഥാനത്ത് പാറയിൽ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് തന്നെ ജെസ്സി ഡൊമിനിക് ആൻഡ് ഫാമിലിയാണ്. നാലാം സ്ഥാനത്ത് സെൻറ്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയിൽ നിന്നും നിധി ആൻറ്റൺ കൈലാത്ത് ആൻഡ് ഫാമിലിയാണ്. അഞ്ചാം സ്ഥാനത്ത് നാലുകോടി സെൻറ്റ് തോമസ് ഇടവകയിൽ നിന്നും റിനി റിബു പടനിലം ആൻഡ് ഫാമിലി. അടുത്തത് കുട്ടനാട് റീജിയൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. നൂറുമേനി സീസൺ 3 കുട്ടനാട് റീജിയൻ വിജയികൾ. ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് മാത്യു തോമസ് തറയിൽ കാനാശ്ശേരി, സെൻറ്റ് മേരീസ് ഫൊറോന പുളിങ്കുന്ന്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും. രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് മാർസ്ലീവ പൊങ്ങ ഇടവകയിലെ ഷൈനി കെ ജെ ചെമ്മനങ്ങാട്ട് ആൻഡ് ഫാമിലി. മൂന്നാം സ്ഥാനത്തിന് 2 കുടുംബങ്ങൾ അർഹമായിട്ടുണ്ട്. സെൻറ്റ് സെബാസ്റ്റ്യൻസ് നർബോനപുരം ഇടവകാംഗമായ ലിസമ്മ ജോസഫ് 108 ആൻഡ് ഫാമിലി. ഒപ്പം സെൻറ്റ് തെരേസാസ് കാവാലം ഇടവകാംഗമായ അൾറിക് ജോസ് വിരുത്തിക്കിരി ആൻഡ് ഫാമിലി. നാലാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് സെൻറ്റ് ആൻ്റണീസ് പാതുവാപുരം ഇടവകാംഗമായ ഇവാലിൻ ആൻ്റണി കൊല്ലശ്ശേരി ആൻഡ് ഫാമിലി. നൂറുമേനി സീസൺ 3യുടെ കോട്ടയം റീജിയണൽ മത്സരം അതിരമ്പുഴ പള്ളിയിലാണ് നടന്നത്. കോട്ടയം, കുടമാളൂർ, അതിരമ്പുഴ ഫൊറോനകളിൽ നിന്നുള്ള ടീമംഗങ്ങളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. കുടുംബമായിട്ടാണ് ഓരോ ടീമും മത്സരിച്ചത്. അഞ്ചാം സ്ഥാനത്തിന് അർഹത നേടിയത് മാന്നാനം 12 ശ്രീഹന്മാരുടെ പള്ളിയിലെ ഷൈജ എബ്രഹാം ചീരാങ്കുന്നേലും കുടുംബവുമാണ്. നാലാം സ്ഥാനത്ത് വിജയിച്ചത് കുടമാളൂർ സെൻറ്റ് മേരീസ് ഇടവകയിലെ TJ ജോസഫ് തയ്യിൽ കുടുംബവുമാണ്. മൂന്നാം സ്ഥാനം ഏറ്റുമാനൂർ ക്രിസ്തുരാജ് ഇടവകയിൽ നിന്നും മേരി ചെറിയാൻ ചേന്നാട്ടും കുടുംബവുമായിരുന്നു. രണ്ടാം സ്ഥാനത്ത് അർഹത നേടിയത് കുടമാളൂർ സെൻറ്റ് മേരീസ് ഇടവകയിലെ വർഗീസ് കുരുവിള കുന്നുംപുറത്തും കുടുംബവുമാണ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അരുവിക്കുഴി ലൂർദ് മാത ഇടവകയിലെ ഡോക്ടർ സുജിത് ജോസ് മാത്യു മണിയങ്ങാടും കുടുംബവുമാണ്. നൂറുമേനി സീസൺ 3 തിരുവനന്തപുരം റീജിയൻ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. അമ്പൂരി, കൊല്ലമായൂർ, തിരുവനന്തപുരം ഫൊറോനകളിലെ കുടുംബങ്ങളാണ് സീസൺ 3യിൽ ഈ റീജിയൻ മത്സരത്തിൽ തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയിൽ മത്സരിച്ചത്. ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് പോങ്ങമൂട് സെൻറ്റ് അൽഫോൻസ ദേവാലയത്തിലെ ഡോക്ടർ അഭിലാഷ് കെ തോമസ് കുഴിക്കാട്ടിൽ കുടുംബാംഗങ്ങളുമാണ്. രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് കുറ്റിക്കോണം ക്രിസ്തുരാജ് ചർച്ചിലെ അമ്മിണി ഇമ്മാനുവേൽ കരിക്കാട്ടും കുടുംബത്തിനുമാണ്. മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് പോങ്ങമൂട് സെൻറ്റ് അൽഫോൻസ ദേവാലയത്തിലെ സ്നേഹ ജെം മാത്യു നഞ്ചിലെത്തും കുടുംബാംഗങ്ങൾക്കുമാണ്. നാലാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് സെൻറ്റ് ജോർജ് ഫൊറോന അമ്പൂരിയിലെ ബിന്ദു വർഗീസ് കാക്കനാടിനും കുടുംബത്തിനുമാണ്. അഞ്ചാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് എമ്മാവൂസ് ശ്രീകാര്യം പള്ളിയിലെ മംഗള ഫ്രാൻസിസ് കളപ്പറമ്പനും ഫാമിലിക്കുമാണ്. നൂറുമേനി സീസൺ 3 നെടുങ്കുന്നം റീജിയൻ വിജയികൾ. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സോജി ചാക്കോ കൂനാനിക്കൽ ആൻഡ് ഫാമിലി, സെൻറ്റ് ജോസഫ് വായ്പൂർ ന്യൂ. രണ്ടാം സ്ഥാനം ജിഷ ജോർജ് കൂരിക്കാട്ട് ആൻഡ് ഫാമിലി, സെൻറ്റ് ജോസഫ് ചമ്പക്കര. മൂന്നാം സ്ഥാനം മോസസ് തോമസ് പ്ലാമ്പറമ്പിൽ ആൻഡ് ഫാമിലി, സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഫൊറോന നെടുങ്കുന്നം. നാലാം സ്ഥാനം KM ജോൺ കിഴക്കേ വീട്ടിൽ ആൻഡ് ഫാമിലി, സെൻറ്റ് ആൻ്റണീസ് ഫൊറോന കുറുമ്പനാടം. അഞ്ചാം സ്ഥാനം മാഗി മേരി തോമസ് കുമ്പിളിവേലിൽ ആൻഡ് ഫാമിലി, ലിറ്റിൽ ഫ്ലവർ കുളത്തൂർ. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നൂറുമേനി സീസൺ 3 ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയാണ്. അതിൻ്റെ ദിവസങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കാം. ഔദ്യോഗികമായിട്ട് അതിൻ്റെ ദിവസവും വെന്യൂവും പ്രഖ്യാപിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാക് TV-യിലൂടെ ഓരോ റീജിയനിൽ നടന്ന മത്സരത്തിൻ്റെ എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സീസൺ 3യിൽ പങ്കെടുത്ത ഏതാണ്ട് 100,000-ഓളം ആളുകളെ അവരെ അതിരൂപതയിൽ അഭിനന്ദിക്കുന്നു. ഏതാണ്ട് 5000-ഓളം ആളുകൾ അതിരൂപത തലത്തിൽ സമ്മാനാർഹരായി. ഏറെ സന്തോഷകരമായ കാര്യം, നമ്മുടെ വീഡിയോ മത്സരത്തിൽ ഏതാണ്ട് 2000-ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. ഏറെ അഭിമാനകരമായ കാര്യം, 119-ാം സങ്കീർത്തനം ഏതാണ്ട് 176 വചനങ്ങളുള്ള
നമ്മളെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 110ഓളം സൺഡേ സ്കൂൾ കുട്ടികൾ അതിൽ പങ്കെടുത്തു. 176 വചനവും മുഴുവൻ കാണാതെ പഠിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ട് +1 +2 പഠിക്കുന്ന കുട്ടികൾ വരെ അവർക്കെല്ലാം അതിരൂപതയുടെ പേരിൽ അഭിനന്ദനം നൽകിക്കൊണ്ട് നമുക്കിനി ഗ്രാൻഡ് ഫിനാലെയിൽ കാണാം. എല്ലാ വിജയങ്ങളും നേരുന്നു.